Hi dears, Assalamu alaikum warahmatullahi ta'ala wabarakatuh. Marhaba bikum ജമീഅ തുല്ലാബിൽ അഇസ വൽ അഹിബ. എടാ എൻ്റെ 10ാം ക്ലാസ്സിലെ എൻ്റെ പൊന്നുമക്കളെ, നാളെ നമ്മുടെ അറബിക് എക്സാം ആണ്. അപ്പോൾ ഞാൻ അതിൽ ചോദിക്കാൻ പോകുന്ന അറബിക് എക്സാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തീർച്ചയായിട്ടും കാണാൻ പോകുന്ന 100% ഉറപ്പുള്ള ആ ചോദ്യങ്ങളായിട്ടാണ് സർ ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ. എടാ അതിലൊരു ചോദ്യമാണ് ലസിയ മുനാസിബത്തിൻ എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം. അതായത് ഇസ്മുൽ ഫായിലിനെ കുറിച്ച് നമ്മുടെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 100% കാണാൻ പറ്റും. അതായത് ഇസ്മുൽ ഫായിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതും അത് ഓരോ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും, ഒരു പുരുഷനാണെങ്കിൽ എങ്ങനെയാണ്, 2 പുരുഷനാണെങ്കിൽ എങ്ങനെയാണ്, ഇനി ഒരുപാട് സ്ത്രീകളാണെങ്കിൽ അതിന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട്, ഡീറ്റെയിൽ ഒരു ക്ലാസ് ആയിട്ട്, ഒരു വീഡിയോ ആയിട്ട് ഇന്ന് കൃത്യം ഏരക്ക് സാർ എന്താകുന്നുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. മാത്രമല്ല അടുത്തൊരു ചോദ്യമാണ് എന്ത്, നാളത്തെ എക്സാം പേപ്പറിൽ നമ്മൾ കാണാൻ പോകുന്ന അടുത്തൊരു ചോദ്യമാണ്, 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു രൂപത്തിൽ വരുന്ന ചോദ്യം, ഒരു പിക്ചർ തന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള തഅലീഖാത്ത്, ക്യാപ്ഷനുകൾ അല്ലെങ്കിൽ കമന്റുകൾ നമ്മൾ എഴുതി കൊടുക്കേണ്ടി വരും. 100% ഉറപ്പാണ് ഈ രൂപത്തിലുള്ള ഒരു ചോദ്യം നമ്മളോട് നാളത്തെ ഓണം എക്സാമിൽ ചോദിച്ചിരിക്കും. ഉറപ്പിച്ചു വെച്ച മക്കളെ. മാത്രമല്ല ഇതിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് എങ്ങനെയാണ് ഒരു കമന്റ് എഴുതേണ്ടത്, അല്ലെ പൊതുവെ എല്ലാ കമന്റുകളിലും ക്യാപ്ഷനുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു കിടിലൻ വീഡിയോ എന്താകുന്നുണ്ട് കൃത്യമായിരിക്കും നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. എന്റെ മക്കള് ഫ്രണ്ട്സിനും കുട്ടികൾക്ക് അങ്ങോട്ട് വരിക. ഓക്കെയാണ് മക്കൾ. അതോടൊപ്പം തന്നെ നാളത്തെ കാണാൻ പോകുന്ന 100% ഉറപ്പുള്ള മറ്റൊരു ചോദ്യമാണ് ഏത്, ഇഖ്റൽ ഫിക്റത വ അൻശ മിൻഹാ സലാത്തത അസ്ഇലതൻ ബിസ്തിഖ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിൽ ആതിയ. ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് ചില ക്വസ്റ്റ്യൻ ടാഗുകളും അവിടെ തന്നെ തരും. അത് വെച്ചിട്ട് ആ പാരഗ്രാഫിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കുക, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗുകൾ വെച്ചിട്ട് തന്നെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അതിന്റെ സിമ്പിൾ മെത്തേഡ് എന്താണ്, എളുപ്പ വഴി എന്താണ്, ഇതൊക്കെ അടിപൊളിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്താകുന്നുണ്ട് ഇന്ന് രാത്രി നമ്മൾ വരുന്നുണ്ട്. നമുക്കറിയാം ഒരു പാരഗ്രാഫ് കിട്ടിയാല് അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം എടുക്കേണ്ടത് അല്ലെ. ബുലിദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ടാഗ് വെച്ചാലാണ് ഒരു താരിഖുൽ മീലാദ് കിട്ടുക, അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ടാഗ് വെച്ചാലാണ് മക്കാനുൽ മീലാദ് കിട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ബർത്ത് പ്ലേസും ഒക്കെ എങ്ങനെയാണ് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം. വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൃത്യമായിട്ട് സാർ എന്താകുന്നുണ്ട് വരുന്നത്. മാത്രമല്ല നമ്മളോട് ചോദിക്കാൻ പോകുന്ന അടുത്തൊരു ചോദ്യം ഏതായിരിക്കണം മക്കളെ, മയ്യിസ് മിനൽ ആത്തിയത്തിൽ അസ്ബാബ തഗയ്യുറിൽ മുനാഹി വ ഹുലൂലിലെ. അതായത് പരിസ്ഥിതി പ്രശ്നത്തിന്റെ സൊല്യൂഷനും അതുണ്ടാക്കുന്ന കാരണങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ആക്കി തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കും. ഉറപ്പാണ്, ഷുവറാണ്. അതും നമ്മൾ എന്താകുന്നുണ്ട് വളരെ അടിപൊളിയായിട്ട് ചർച്ച ചെയ്യുന്നതിന്. മാത്രമല്ല അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കോളം തന്നിട്ട് നമ്മുടെ തൊക്സുകൾ, ക്ലൈമറ്റുകളെ കുറിച്ചിട്ട് ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കല്ലേ. കാരണം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ് തൊക്സ്, ക്ലൈമറ്റുകൾ ഏതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മളോട് പറയും അത് എങ്ങനെ കിടിലനായിട്ട് സൊല്യൂഷൻ കണ്ടെത്താം, അതെങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്നതൊക്കെ നമ്മൾ എന്താകുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും കൃത്യം 6 മണിക്ക് തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.